ഹലോ. ഡോക്ടറെ, ആ. അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. എന്തിനായിരുന്നു അന്ന്? അത് പിന്നെ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ. 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 മനസ്സിലായി. മനസ്സിലായി. ആ. അത് എന്നിട്ടിപ്പോ അനങ്ങുന്നില്ലേ? അല്ല, അന്ന് ഡോക്ടർ മരുന്നെല്ലാം തന്നല്ലോ. ആ. അതിനുശേഷം ശരിയായി, അനങ്ങുന്നുണ്ട്. അനങ്ങുന്നുണ്ടോ? ആ നന്നായിട്ട് അനങ്ങുന്നുണ്ട്. നന്നായിട്ട് തന്നെയുണ്ട്. അപ്പൊ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ. കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ. ആ. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ പെട്ടിട്ടുള്ളത്. അതെന്താ ഇപ്പൊ അനങ്ങിയപ്പോ നിങ്ങൾ ആദ്യം വീണ്ടും പെട്ട ഒന്ന്? ആദ്യം നിങ്ങൾ പറഞ്ഞത് അത് അനങ്ങുന്നില്ല എന്ന് പറ്റില്ലേ പറഞ്ഞത്? ഇപ്പൊ അനങ്ങിയതും പെട്ട? അനങ്ങിയിട്ട് ആ. നോക്കുമ്പോൾ ഇത് ഇപ്പം ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അങ്ങേര്. അതെന്ത് പറ്റി? അല്ല, ഇത് അനങ്ങിയിട്ട് നോക്കുമ്പോ ഇപ്പൊ താങ്ങുന്നില്ല. അതെന്താ പൊങ്ങിയിട്ട് താഴുന്നില്ലേ? ഇല്ല. അതെന്താ അത് താഴാൻ തനിയെ താവൂലല്ലോ. നിങ്ങൾ താക്കണ്ട എന്തെങ്കിലും ചെയ്താലേ താവുള്ളൂ ഇനി അത്. അല്ല, താക്കണ്ടതെല്ലാം ഇത് ഇതുണ്ട്, ചെയ്യുന്നുണ്ട്. ആ. പക്ഷേങ്കില് ആ. ആ സാധനം വരുന്നില്ല പുറത്തേക്ക്. സാധനം പുറത്തേക്ക് വരുന്നില്ല, അതായത് എങ്ങനെ? ഇത് ഉള്ളില് പോയിട്ട് വരുന്നില്ലാന്നാ? അല്ല അല്ല അല്ല, ഏ? അതല്ല. ഈ ഏ? നമ്മള് പിന്നെ കളി കഴിഞ്ഞാലേ അതെ. ഒരു ആ. ഒരു സാധനം പുറത്ത് വരൂലേ. കളി കഴിഞ്ഞാൽ സാധനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഒന്നും വരുന്നില്ലാന്നോ? അല്ല, സാധനം അങ്ങേർക്ക് വരുന്നില്ല. ഓ, അത് ശരി. ആ അതായത് ഇത് കളിച്ച് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് നടക്കുന്നില്ല. ഇല്ല. ആ. അതായത് ഈ വെള്ളം വരുന്നില്ല. ആ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോ അതങ്ങനെ തെളിച്ച് പറയണ്ടേ? പെട്ടിട്ടുള്ളത്. അതുകൊണ്ടെന്നാ പോടെ നല്ല. ഇത് നിർത്തുന്നില്ല. ഏ? ഇപ്പം വരും എന്ന് പറഞ്ഞ് കുറേ ഉം. സമയമായി. നോക്കുമ്പോ ഇതില്ല. അപ്പം വന്നിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ നിർത്തിയ നിങ്ങളിത്? അതിലെ പെട്ടെന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓലേ. ഇല്ല. ഇനി അതെന്താ അപ്പം? ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടറെ? അതിന് മരുന്നുണ്ടോ ചോദിച്ചാൽ മരുന്നുണ്ട്, പക്ഷെ അതെന്താ വരാതെ? നിങ്ങൾ എല്ലാം നോക്കി, അന്നത്തെ അതിന് പോലെ തന്നെ എല്ലാം. ഇത് ഇത് അനങ്ങാൻ വേണ്ടി നോക്കിയതുപോലെ ഇതിനും നോക്കി. എത്ര ശ്രമിച്ചിട്ട് അല്ല. സാധാരണ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുക. അങ്ങനെയോട് കൂടിയാണോ ഈ പുള്ളി ഇത് ചെയ്യാൻ തുടങ്ങിയത്? ഈ ടെൻഷനൊന്നുമില്ല, നല്ല സന്തോഷത്തിലാ. പക്ഷേ ഇത് അരമണിക്കൂറില എത്ര സമയം ചെയ്തിട്ടും ഉം. ഒന്നും ഒരു ഇതുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുമില്ലേ? ഇല്ല. അല്ല, ഡോക്ടർ എന്ത് മരുന്നാ കൊടുത്തത്? കറക്റ്റ് വഴി മരുന്ന് തന്നെയാണ് നിങ്ങൾ പറയാൻ. അനങ്ങുന്നില്ല പറഞ്ഞപ്പോൾ അത് ശരിക്കും നന്നായിട്ട് അനങ്ങാനുള്ള മരുന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ വരുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അല്ല ഇത് അനക്കം കൂടിപ്പോയാ? ആ, അത് നിങ്ങൾക്ക് ഒരു കണക്കിന് നല്ലതല്ലേ? അല്ല, എനിക്ക് നല്ല തന്നെ, പക്ഷെ ഒരു സമയം കഴിഞ്ഞാല് ഉണ്ടേ. നിങ്ങളത് കുറെ തവണ പോയിട്ടുണ്ടാവും അല്ലേ? ആ, നിങ്ങൾക്ക് കുറെ തവണ താങ്ങുന്നതിന്റെ അപ്പുറം പോയായിരിക്കും അല്ലേ? അതെ. എനിക്ക് താങ്ങുന്നില്ല. കളി നിർത്തണ്ടേ. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുള്ളിക്കാരനെയും കൂട്ടി ഒന്നും കൂടി വരണം. അല്ല, അപ്പൊ നിങ്ങളിത് നിർത്തിയിട്ടും ഇത് താണ്ടില്ല? ഉം, ഇല്ലാന്ന്. അപ്പൊ ഇത് എപ്പോഴും ഇന്നലെ രാത്രിയാ? ആ പിന്നെ എങ്ങനെയാ ശരിക്കും ഇത് പഴയ ലെവലിലേക്ക് പോയത്? ലെവലില് എങ്ങനെയല്ലോ പോയി. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അത് നിങ്ങൾക്ക് എന്നാല് ചിലപ്പോ അത് അതിന്റെ ഉള്ളിലായോണ്ടായിരിക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിധത്തിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കറിയുന്നോ? അപ്പൊ അങ്ങനെ പോയി പിന്നെ മൂത്രമൊക്കെ ഒഴിച്ചപ്പോ അത് കുറച്ച്. അല്ല, കൈ കൊണ്ടെല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കറിയുന്നോ? എന്ത്?
പോവുക നോക്കേ. വെറും ചിലപ്പോ നിങ്ങള് ആയ്. അയ്യോ. ഏഹ് അല്ല, കൈകൊണ്ട് ശ്രമിച്ചാല് ആദ്യവും അതുപോലെ തന്നെ ആയാലോ? അങ്ങനെ തന്നെയാന്ന് അല്ല വന്നാലോ? ഇത് പോകാതേരം വരാതേരം കൈ കൊണ്ടൊന്ന് ശ്രമിച്ചുകൂടിയെന്നാ ചോദിച്ചേ. കൈകൊണ്ടല്ലോ, അങ്ങനെയല്ല അതെല്ലാം ശ്രമിച്ചിനി. അതാ ചോദിച്ചേ. പക്ഷെ ഒന്നുമില്ല. രണ്ടാമത്തേലാക്കാനല്ലേ. ഏഹ് ഒന്നുമില്ല. ഒരു കാറ്റ് പോലെ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. കാറ്റാ? ആ. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടോ? ആ. അന്നേരം എന്നിട്ട് ഇത് കാണിട്ടില്ല? ഇല്ല. കുറച്ച് ഉം. കഴിഞ്ഞപ്പോ ഒരു തനിയെ പോയിന്ന് പറയാ. അത്രേ ഉള്ളൂ. എങ്ങനെ? തനിയെ അനങ്ങാതെ നിന്നു. പിന്നെ അനങ്ങാണ്ട് താഴോട്ട് താണ്. ആ. ഞാൻ വിചാരിച്ചു കുറെ ഡോക്ടറോട് കഴിയുമ്പോൾ ഞാൻ പയ്യെ ഇതെങ്ങനെയാ പറയാ? അല്ല. അല്ല ശരിക്കും ഇത് അറിഞ്ഞാലല്ലേ എനിക്ക് ഇതെന്നു മനസ്സിലാവുള്ളൂ. ആ. നിങ്ങൾ ആടി ഇടിയും തട്ടാണ്ട് പറഞ്ഞാൽ മനസ്സിലാവൂലല്ലോ. അതുകൊണ്ടാണ് ആ. ചോദിക്കുന്നത്. അപ്പൊ ഇനി എന്താ വഴി? ഇനിയിപ്പം വഴി നിങ്ങൾ വീണ്ടും ഒന്നും കൂടി ക്ലിനിക്കിലേക്ക് വരണം. എനിക്കൊന്ന് ശരിക്കും പരിശോധിക്കണം. ആദ്യത്തെ അങ്ങനെ വരാതെ എന്നുള്ളത്. അങ്ങനെ ഇതുവരെ വരാണ്ട് വന്നിട്ടില്ല. നിൽക്കുന്നൊരു ഇതൊന്നുമില്ല. അല്ല, ഇനി ഇങ്ങനെ തന്നെ ആയി പോവോ? മരുന്ന് കൊടുത്ത് നോക്കാം. അങ്ങനെ അങ്ങനെ തന്നെയല്ല. ഒന്നിക്ക് പുള്ളിക്ക് എന്തെങ്കിലും നല്ല ടെൻഷനുള്ള സമയമായിരിക്കണം. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ലല്ലോ ആ സമയത്ത്. അല്ല, ടെൻഷനൊന്നും ഇല്ലല്ലോ അങ്ങനെ. പുള്ളി തന്നെയാണ്. പുള്ളിയോട് ശരിക്കും ചോദിച്ചു നോക്കണം. നിങ്ങൾ ശരിക്കും പുള്ളിയോട് നല്ലതല്ലേ? അല്ല നല്ല ഡോക്ടറെ, ആ ഞാനൊന്ന് ചോദിക്കാം. ഇത് ആ. ടെൻഷൻ ഉണ്ടായാൽ ഇത് പിന്നെ ഇങ്ങനെ ഇത് വരാണ്ടിക്കൂലല്ലോ. അല്ല, ചില കൂട്ടർക്ക് എന്തെങ്കിലും ടെൻഷനും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ വരാണ്ട് നിൽക്കില്ല. ചിലപ്പോൾ വരാണ്ട് നിൽക്കാം. അല്ല, ആദ്യം ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ എല്ലാ സംഭവവും നടക്കുന്നതാണല്ലോ. അന്നേരം നല്ലോണം വരുന്നുണ്ട്. ആ ടെൻഷൻ ഉണ്ടായാലും എല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ സമയത്ത് ഇതിന്റെ അകത്തുകൂടി അല്ല, അതായത് നിങ്ങളെ അതിന്റെ ഉള്ളിലല്ലാണ്ട് പുറത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ശ്രമത്തേക്ക് എടുത്തിട്ട് അല്ല, അത് നോക്കിയിട്ട് ആകുന്നില്ലല്ലോ. നിങ്ങൾ നോക്കിയാ. അതാ ഞാൻ ചോദിച്ചേ. അതെല്ലാം ഞാൻ കളിക്കുമ്പോൾ ശ്രമിച്ചതാ. കൈ കൊണ്ടും പിന്നെ പറയാൻ പാടില്ലെങ്കിലും നമ്മൾ ആൾക്കാരൊക്കെ ചെയ്യും. അന്നേരമൊക്കെ ഇത് സംഭവിക്കേണ്ടതാണ്. നേരാന്ന് വേഗം സംഭവിക്കും. അങ്ങനെ ചോദിച്ചാല് അങ്ങനെ നോക്കിയിട്ടില്ലേ? ഇനി അത് മാത്രമേ ഉള്ളൂ നോക്കാൻ. അതുകൂടി നോക്കണ്ടേന്ന്. അതെല്ലാം പിന്നെ നിങ്ങൾ അതെല്ലാം അറിഞ്ഞ് പെരുമാറണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ. എന്നാലേ എന്നാല് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നോക്കിയാല് ചിലപ്പോ ശരിയാവുമായിരിക്കും അല്ലേ? ചിലപ്പോൾ ശരിയാവുമായിരിക്കും. നിങ്ങൾ ക്ലിനിക്കിൽ വരുന്നതിന് മുന്നേ ഇന്ന് രാത്രി നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ചിലപ്പോൾ ഒന്ന് ശരിയായാലോ. പുള്ളിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉള്ളിൽ ടെൻഷനോ പേടിയോ ഒക്കെ വന്നിട്ടാകുമ്പോൾ ഇത് ചിലപ്പോൾ ഇത് അനങ്ങൂലെന്ന് വെച്ചിട്ടായിരിക്കും ആ ടെൻഷനിലുണ്ടാവും. പെട്ടെന്ന് അനങ്ങിയാലോ. ഇത് ശരിയായതിനു ശേഷം പിന്നെ എന്തെങ്കിലും ടെൻഷൻ കയറിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും വരാണ്ട് നിൽക്കുന്നത്. അങ്ങനെ വരാണ്ട് നിൽക്കാൻ വഴിയില്ല. എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ക്ലിനിക്കിലേക്ക് പോവാം. നമുക്കൊന്ന് നന്നായിട്ട് പരിശോധിക്കാം. എന്താ? ഇന്ന് ഞാനെന്നാലും നോക്കട്ടെ ഒന്നുകൂടി. ഡോക്ടർ പറഞ്ഞ വിധത്തിലൊന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് നന്നായിട്ടൊന്ന് പരിശോധിക്കും. എന്തായാലും ശരിയാവും. നിങ്ങൾ വിചാരിച്ചാൽ ശരിയാവും. ഉറപ്പാണ്. അല്ല, എനിക്കിപ്പോ ടെൻഷനാ കിടക്കാൻ ഉറങ്ങാനും. ഓ പുള്ളിക്ക് ശരിക്കും ഇത് രണ്ടുപേർക്കും നല്ലതല്ലേ? ഒരുപാട് സമയം കിട്ടൂലേ കളിക്കാൻ? അറിയില്ലല്ലോ. നിങ്ങൾക്ക് നല്ലതല്ലേ? ആകെ തളർന്ന് മറ്റേ അപ്പൊ ഇതുപോലെയാണല്ലേ. അപ്പൊ അയാളോട് നിർത്താൻ പറയുമ്പോൾ അയാളെന്നാ പറയുന്നത്? താൻ പറയുമ്പോഴല്ലേ പറയുന്നത്. ഇപ്പം വരും, ഇപ്പം തീരും. ഇന്നും കൂടി നോക്ക്.